Yes, we are going. We are going. We are going. Are you excited, Janvi? Hello everyone. Welcome to our new video. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് ഇൻഡോർ സൂ വിസിറ്റ് ചെയ്യാനാണ്. ആദ്യമായിട്ടാണ് ഇവർ സൂവിലേക്ക് പോണത്. സോ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഞങ്ങളിതാ സൂവിലെത്തി. ഇതാണ് കമല നെഹ്റു പ്രാണി സംഗ്രഹാലയ്. കമല നെഹ്റു എന്നാണ് സൂവിൻ്റെ പേര്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഉള്ളിലേക്ക് പോവാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. 52 ഏക്കറിലാണ് കേട്ടോ ഈ ഒരു സൂ ഉള്ളത്. ഞങ്ങൾ അവിടെ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറാണ്. ആദ്യം തന്നെ ഞങ്ങൾ മീർക്കാറ്റിൻ്റെ അടുത്തേക്കാണ് പോയത്. ഒരെണ്ണതാ അവിടെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണതാ ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് സീബ്രയുടെ അടുത്ത് പോയപ്പോൾ അവർ രണ്ടാളും ഭയങ്കര അടിയായിരുന്നു. ഒരാളിതാ അവിടെ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്തത് ബേർഡ്സിന് മാത്രം സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. അവിടേക്കാണ് വന്നത്. ഇവിടെ പല വെറൈറ്റി ഓഫ് പാരറ്റ്സ് ഉണ്ടായിരുന്നു. ഇതാ ഈ കാണുന്ന മെക്കാവോ, അതുപോലെ തന്നെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള പല വെറൈറ്റി ഓഫ് പാരറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു ബേർഡ്സിനൊക്കെ കാണാനായിട്ട്. ഈ വൈറ്റ് കളർ പാരറ്റിനെയാണ് കൊക്കാറ്റു എന്ന് പറയുന്നത്. ഇത് സൺ കോൺവർ, നല്ല യെല്ലോ ആൻഡ് ഗ്രീൻ കളറാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പാരറ്റ്സിനൊക്കെ കയ്യിലെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ഞങ്ങളും ആദ്യമായിട്ടായിരുന്നു ഇതുപോലെ പാരറ്റിനെ കയ്യിലെടുക്കുന്നത്. ഞങ്ങൾക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ പാരറ്റിന്റെ പേരാണ് ഗല.
അതിൻ്റെ നെക്ക് പോർഷൻ ഒരു പിങ്ക് കളറായിരുന്നു. ഇതൊരു ഓസ്ട്രേലിയൻ സ്പീഷീസ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓരോ റൗണ്ട് ട്രൈ ചെയ്ത് നോക്കി. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ ഇഗ്വാനയുടെ അടുത്ത് എത്തി. നെക്സ്റ്റ് സ്ക്വിറൽ മങ്കി. ഈ ഓടിപ്പോണതാണ് സ്ക്വിറൽ മങ്കി. നെക്സ്റ്റ് സ്നേക്ക് പാർക്കിലെത്തി. അങ്ങനെ കുറേ മാനിനെയും മയിലിനെയും ക്രൊക്കോഡൈലിനെയും ഒക്കെ കണ്ട് ഞങ്ങൾ ക്ഷീണിച്ച് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തു. അപ്പോൾ റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങളിതാ പിന്നെയും നടന്ന് കരടീനെയും അതുപോലെ തന്നെ ആനേനെയും ഒക്കെ കണ്ടു. അങ്ങനെ അവരെയൊക്കെ കണ്ട് ഞങ്ങളിതാ സിംഹത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അവരെല്ലാവരും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കത്തിലായിരുന്നു.
എന്നാ പിന്നെ ടൈഗറിനെ കാണാന്ന് വെച്ചപ്പോഴോ അവരിതാ കെട്ടിപ്പിടിച്ച് നല്ല സുഖമായി കിടന്നുറങ്ങണം. അങ്ങനെ ഞങ്ങൾ അവർ ഉറങ്ങാണല്ലോ എന്നുള്ള വിഷമത്തിൽ അപ്പുറത്തെ സൈഡിൽ പോയി നോക്കിയപ്പോൾ അവിടെ ദാ രണ്ടാൾക്കാർ നടന്നു പോകുന്നുണ്ടായിരുന്നു. അതിലൊരെണ്ണം വൈറ്റ് ടൈഗർ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഹാപ്പിയായി. പക്ഷെ അവര് കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തേക്ക് വരുമോ എന്ന് നോക്കാനായിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ദാ കുറച്ചടുത്ത് കാണാനായിട്ട് പറ്റി. പക്ഷെ ഞങ്ങൾ എല്ലാവരും കുറെ നേരം വിളിച്ചെങ്കിലും പുള്ളി ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേയില്ല. ഇത്രയൊക്കെ മൃഗങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഇവർക്ക് രണ്ടാൾക്കും ദാ അവരെന്നും കാണുന്ന ഈ അണ്ണാനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ അവര് കുറച്ചു നേരം അണ്ണാന്റെ പിന്നാലെയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങള് അവരുടെ നെക്സ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പൂച്ചയുടെ അടുത്തേക്കാണ് വന്നേ. അങ്ങനെ വേറെയും കുറേ ബേർഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ കണ്ട് ഞങ്ങളിതാ സൂന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. സൂവിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും ടൈഗറിനെ കാണാൻ പറ്റിയില്ലെങ്കിലും സൂവിൻ്റെ പുറത്ത് നല്ലൊരു ടൈഗറിനെ ഞങ്ങൾ കണ്ടു. ഇതാണ് ആ ടൈഗർ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. ശ്രീമൻ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടുത്തെ ഒരു നല്ല റെസ്റ്റോറൻ്റ് ആണ്. ദാ ദൂരെ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അവിടെയാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. ഇവിടെ ഈ നട്ടിരിക്കുന്നതൊക്കെ സോയാബീനാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഈ കാണുന്നതാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ബിൽഡിംഗ്. യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ആണിത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. See you all in the next video.